ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിൽ നിന്നും ബ്രസീൽ പുറത്തായതിന് പിന്നാലെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി കാനഡയിലേക്കായിരുന്നു പോയിരുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം അവിടെയാണ് താമസിക്കുന്നത്. എന്നാൽ വേൾഡ് കപ്പിൽ നിന്നും പുറത്തായതിനു ശേഷം ആദ്യമായിക്കൊണ്ട് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി ബ്രസീലിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം CBFൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല, ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പുതിയ സൈക്കിളിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു. ഒരു പുതിയ ടീമിനെ വാർത്തെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടുതൽ യുവതാരങ്ങൾക്ക് അവസരം നൽകുമെന്ന് കാർലോ ആഞ്ചലോട്ടി പറയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ദേശീയ ടീമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി കാർലോ ആഞ്ചലോട്ടി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. CBFൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് അദ്ദേഹം ഉള്ളത്. അതായത് ഇനിയിപ്പോൾ അടുത്ത ബ്രേക്കിൽ ചില സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ കാർലോ ആഞ്ചലോട്ടി ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഗ്ലോബോ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റൊരു മാധ്യമമായ R7 എസ്പോർട്ടസ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. അതായത് കാർലോ ആഞ്ചലോട്ടി തൻ്റെ കോച്ചിങ് സ്റ്റാഫിൽ ചില മാറ്റങ്ങൾ വരുത്തിയേക്കും. ബ്രസീലിയൻ ലെജൻഡായ കക്കയെ കൊണ്ടുവരാൻ അദ്ദേഹം ഇപ്പോൾ ആലോചിക്കുന്നു എന്നാണ് R7 എസ്പോർട്ടസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് CBF കാർലോ ആഞ്ചലോട്ടിയുടെ ടെക്നിക്കൽ സ്റ്റാഫിലേക്ക് കക്കയെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ ആയിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. കക്കയെ പരിഗണിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കക്ക വരുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. കാർലോ ആഞ്ചലോട്ടിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് കക്ക. അതുകൊണ്ട് തന്നെ ബ്രസീലിൻ്റെ സ്റ്റാഫിലേക്ക് കക്ക വന്നാലും നമുക്ക് അതിൽ അത്ഭുതപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ്. കക്കയെ ഇപ്പോൾ CBF പരിഗണിക്കുന്നു എന്നാണ് R7 എസ്പോർട്ടസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.